സുന്ദര സുന്ദര സുന്ദരൻ സുന്ദരൻ മതി. സുന്ദരൻ ഞാൻ വിളിക്കും. ബ്രോ ബ്രോ എഴുന്നേക്ക് ബ്രോ. മാമുണ്ട് ഉറങ്ങി. നശിപ്പിച്ചു. ഞാൻ കല്യാണിയെ സ്വപ്നം കണ്ടോണ്ട് ഉറങ്ങായിരുന്നു. നീയൊക്കെ അതും. മച്ചു നല്ല സ്വപ്നങ്ങൾ വെറുതെ കാണാൻ മാത്രമുള്ളതല്ല, അത് കൈപ്പിടിയിലാക്കാനുള്ളതാ. അതാണ് ബ്രോ. ബ്രോയുടെ ഒരു ദുസ്വപ്നത്തെ എന്നേക്കുമായിട്ട് ആറ്റി ഓടിക്കാനുള്ള ഒരു തെളിവായിട്ട് ഞങ്ങൾ വന്നേക്കണേ. ദുസ്വപ്നോ? അത് ദുസ്വപ്നം. നിന്റെ മനസ്സിന്റെ സമാധാനം കെടുത്തുന്ന ഗംഗ എന്ന ദുസ്വപ്നം. അതെ ബ്രോ, അവളെ നമ്മൾ ഈ രാത്രി തന്നെ നമ്മൾ ഇവിടുന്ന് പായിക്കും. രണ്ടെണ്ണം നല്ലതുപോലെ മദ്യപിച്ചിട്ടുണ്ടല്ലേ? മദ്യമായിരുന്നു ഇന്ന് ലക്ഷ്യം നേടാനുള്ള ആയുധം. അല്ല നീ വിചാരിക്കുന്ന പോലെ. എന്തായിരുന്നു ആഘോഷിക്കാൻ എത്ര കാരണം? അത് പിന്നെ ആഘോഷിക്കാൻ കാരണമുണ്ട് ബ്രോ. അല്ല, അങ്കിളുടെ മോളുടെ പേര് മധുമതി എന്നോ? എന്റെ മോളുടെ പേര് മധുമതി. എനിക്കൊരു മോനും ഉണ്ട്, പുഷ്പൻ. ഇത് പോരെ മച്ചു ആഘോഷിക്കാൻ ഒരു കാര്യം. ഞെട്ടി ഞെട്ടി ബ്രോ, ഞെട്ടി. മതി. ഒന്ന് പിടിക്കൂ. എന്നെ വേണം അറസ്റ്റ് ചെയ്യാൻ, പ്ലീസ്. എന്റെ മനസ്സിൽ മാഡത്തിന് ദൈവത്തിന്റെ സ്ഥാനമുള്ളത്. എന്റെ ജീവൻ പോയാലും ആ കൈകളിൽ വിലങ്ങി വീഴാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഇവിടെ തന്നെ എന്റെ ജീവിതം അവസാനിപ്പിക്കും. അച്ഛാ,
ഇന്ന് വരെ ആഗ്രഹിച്ചതൊന്നും കിട്ടാതിരുന്നിട്ടില്ല എനിക്ക്. എന്തും ഞാൻ നഷ്ടപ്പെടുത്താം, ഇതൊഴികെ. ഈ നഷ്ടത്തിന്റെ ആഴം അച്ഛന് അളക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഇതാർക്ക് വേണ്ടി നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. എന്റെ ഇഷ്ടത്തിന് പകരം അമ്മയ്ക്ക് എന്റെ ജീവനാണ് വേണ്ടതെങ്കിൽ എടുത്തോട്ടെ. ഗുരുജി, കല്യാണി കാരണം ഈ കല്യാണത്തിന് തടസ്സം ഉണ്ടാവുമെന്നാണോ അങ്ങ് പറയുന്നത്? അതെ, എല്ലാ ജാതകങ്ങളും പരിശോധിച്ചപ്പോ ഈ ജാതകക്കാരി അല്പമൊന്ന് അകന്നു നിൽക്കുന്നത് കൊള്ളാമെന്ന് തോന്നും. അത്രേ ഉള്ളൂ. കല്യാണി, എന്തു പറ്റി ചേച്ചി? മാഡം എന്നെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞോ? ഇല്ല, മാഡം ഒന്നും പറഞ്ഞില്ല. അപ്പോ ചേച്ചി എന്നെ വിളിക്കാൻ വന്നതല്ലല്ലേ? അല്ല കല്യാണി, മാഡം റെഡിയാവാൻ കുറച്ച് വൈകും. അതുകൊണ്ട് ദാസേട്ടൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാ മതിയെന്ന് പറയാനാ ഞാനിപ്പോ വന്നത്. ശരി സുജാതെ, ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങാം. ശരി. അല്ല കല്യാണി, നിനക്ക് എന്താ പറ്റിയേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, ഒന്നുമില്ല അച്ഛാ. ആ, എങ്കിൽ കൊള്ളാം. ഗംഗി, അഖിലേച്ച് ഇതുവരെ വന്നില്ലായിരുന്നോ? ഇന്ന് പാദപൂജ പറഞ്ഞിരുന്നതാണല്ലോ. അതെ, എന്താണ് ഈ പാദപൂജ? അതെന്താണെന്ന് ഒരു പിടുത്തവുമില്ല. അതോ, അതറിയാലോ. തൃച്ചംബരത്ത് ഇങ്ങനെ ഒരുപാട് ആചാരങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇത് പിന്നെ കല്യാണം ഉറപ്പിച്ച പയ്യന്റെയും പെണ്ണിന്റെയും പാദം ശുദ്ധീകരിച്ച് തൃച്ചംബരത്തെ ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങാണ് പാദപൂജ. ഓ, തറവാട്ടിൽ പാദപൂജ നടത്തി അനുഗ്രഹം വാങ്ങിയിട്ട് കുടുംബക്ഷേത്രത്തിൽ പോയി വിശേഷാൽ പൂജയും കൂടി നടത്തുമ്പോഴേ ചടങ്ങ് പൂർത്തിയാകും. ഓ, അങ്ങനെയാണോ? ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതെ. ആന്റി, അഖിലന്റെ വരുന്നു. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് എല്ലാവരും കൂടി ഒരു ചർച്ച? ഞങ്ങൾക്ക് ഈ പാദപൂജ എന്താണെന്ന് അറിയില്ലായിരുന്നു. വിലാസിനെ അതിനെക്കുറിച്ച് പറയുകയായിരുന്നു. ആ, ഇത് ഇവിടെ മാത്രമുള്ള ചില ആചാരങ്ങളിൽ ഒന്നാ. ഗംഗ, ഒരു സംശയം ചോദിച്ചോട്ടെ? സംശയം? എന്ത് സംശയം? ചോദിക്ക്. അല്ല, നീ നിന്റെ അച്ഛന്റെ അമ്മയുടെ ഒരേ ഒരു മോളാണോ? അതെ. അതെന്താ ഇപ്പൊ ഇത്രയും നാളും ഇല്ലാത്തൊരു സംശയം? എന്റെ അച്ഛന്റെ അമ്മയുടെ പെറ്റാ ഞാൻ. അല്ല, അതാണോ നിന്നെ ഈ മധുമതി എന്ന് വിളിക്കുന്നത്? എന്തൊക്കെയാണെന്ന് നീ പറയുന്നത്?
ഗംഗ എന്നത് ഒഫീഷ്യൽ നെയിമും മധുമതി എന്നത് ചെല്ലപ്പേരുമാകും. അതിനെത്ര സംശയിക്കാൻ എന്തിരിക്കുന്നു? അല്ല, ഗംഗയുടെ അച്ഛൻ ഗംഗ അങ്ങനെയാണ് വിളിക്കാറ്. മാത്രമല്ല, ഗംഗയ്ക്ക് ഒരു സഹോദരനും ഉണ്ട്. ഗംഗ എന്നത് ഒഫീഷ്യൽ നെയിമും മധുമതി എന്നത് ചെല്ലപ്പേരുമാകും. അതിനെത്ര സംശയിക്കാൻ എന്തിരിക്കുന്നു? അല്ല, ഗംഗയുടെ അച്ഛൻ ഗംഗ അങ്ങനെയാണ് വിളിക്കാറ്. മാത്രമല്ല, ഗംഗയ്ക്ക് ഒരു സഹോദരനും ഉണ്ട്. സഹോദരനോ? ചേച്ചിയല്ലേ ഉള്ളൂ പ്രിയങ്ക. എന്ത് പറ്റി ആനന്ദ്? എന്തൊക്കെ അസംബന്ധങ്ങളായി വിളിച്ചു പറയുന്നത്? എനിക്ക് മൂത്തതും ഇളയതൊന്നുമില്ല. എന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരേ ഒരു മോള. ഡാഡി എന്ത് കേട്ടോണ്ടിരിക്കാം? പറ ഡാഡി അങ്ങോട്ട്, ഞാൻ ഒറ്റ മോളാന്ന്. അയ്യോ വേണ്ട വേണ്ട വേണ്ട, ഡാഡി വെറുതെ ബുദ്ധിമുട്ടിക്കണം. ഡാഡിക്ക് പറയാനുള്ളതൊക്കെ ഇന്നലെ രാത്രി ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാ അരവിന്ദേത്? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മേ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഗംഗയെ വീട്ടിൽ വിളിക്കുന്ന പേര് മധുമതി എന്നാ. ഇവർക്കൊരു ചേട്ടനുണ്ട്, പുഷ്പാങ്കദൻ. പുഷ്പൻ എന്ന് വിളിക്കും. ആന്റി, ഇതെല്ലാം ശുദ്ധ കള്ളത്തരോ? ഈ കല്യാണം മുടക്കാനാണ് ഓരോരോ തന്ത്രങ്ങള്. ഇത് കള്ളത്തരം ചതിയൊന്നുമല്ല. ഗംഗയുടെ അച്ഛൻ ഇന്നലെ ഞങ്ങളോട് രാത്രി വിളിച്ചു പറഞ്ഞ സത്യങ്ങൾ മാത്രം അത്. അതെല്ലാം മൊബൈൽ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. ഇത് കാണുമ്പോ അമ്മയ്ക്ക് മനസ്സിലാവും ആരാ ചതിക്കുന്നതെന്നും കൊള്ളം പറയുന്നൊക്കെ. ഈശ്വര, ചതിച്ചോ? ഈ വീഡിയോ അഖില കണ്ട കഴിഞ്ഞു എല്ലാം. ഇത് കാണുമ്പോ അമ്മയ്ക്ക് മനസ്സിലാവും ആരാ ചതിക്കുന്നതെന്നും കൊള്ളം പറയുന്നൊക്കെ. ഈശ്വര, ചതിച്ചോ? ഈ വീഡിയോ അഖില കണ്ട കഴിഞ്ഞു എല്ലാം. എന്തുപറ്റി അരവിന്ദ്? സുബണ്ണ, വീഡിയോ ഡിലീറ്റ് ആയി പോയി. ഞാൻ കല്യാണിയെ സ്വപ്നം കണ്ടോണ്ട് ഉറങ്ങായിരുന്നു. നീയൊക്കെ അതും മച്ചു, ദേ നല്ല സ്വപ്നങ്ങൾ വെറുതെ കാണാൻ മാത്രമുള്ളതല്ല, അത് കൈപ്പിടിയിലാക്കാനുള്ളതാ. അതാണ് ബ്രോയുടെ ഒരു ദുസ്വപ്നത്തെ എന്നേക്കുമായിട്ട് ആട്ടി ഓടിക്കാനുള്ള ഒരു തെളിവായിട്ട് ഞങ്ങൾ വന്നേക്കണേ. ദുസ്വപ്നം? അത് ദുസ്വപ്നം. നിന്റെ മനസ്സിന്റെ സമാധാനം കെടുത്തുന്ന ഗംഗ എന്ന ദുസ്വപ്നം. അതെ ബ്രോ, അവളെ നമ്മൾ ഈ രാത്രി തന്നെ നമ്മൾ ഇവിടുന്ന് പായിക്കും. അമ്മേ, ഇന്നലെ രാത്രി ഗംഗയുടെ അച്ഛൻ മദ്യപിച്ചിട്ട് എല്ലാ രഹസ്യങ്ങളും പറഞ്ഞതാ. എല്ലാം ഞാൻ മൊബൈലിൽ പകർത്തിയിട്ടും വെച്ചതാ. ഇപ്പൊ താനും ഡിലീറ്റ് ചെയ്തിരിക്കുക. കൊള്ളാം. ഗംഗയുടെ അച്ഛനായിരുന്നോ ഫിറ്റ്, അതോ പതിവ് പോലെ നീ ആയിരുന്നോ ഫിറ്റ്? അല്ല, നിന്റെ ഈ കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട് സംശയം കൊണ്ട് ചോദിച്ചു പോയതാ. ആന്റി, ഈ അരവിന്ദ് എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ എന്ത് തെറ്റ് അരവിന്ദനോട് ചെയ്തത്?
അമ്മ ഞാൻ പറയും സത്യ. വേണമെങ്കിൽ സുബ്ബണ്ണോട് ചോദിച്ചൊക്കെ സുബ്ബണ്ണ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അതെ ആന്റി, ഇന്നലെ രാത്രി ഞങ്ങൾ രണ്ടുപേരും ചേർന്ന വീഡിയോ എടുത്തത്.